വാക്സിനേഷനെ സംബന്ധിച്ചുള്ള ചില വാർത്തകൾ പത്രമാധ്യമങ്ങളിൽ വന്നതോടുകൂടി നമ്മൾ സാധാരണക്കാരെല്ലാവരും ഒരു ഉത്കണ്ഠയുടെ ഭീതിയുടെ മുൾമുനയിലാണ്. ഇപ്പോൾ വാക്സിനേഷനെ തുടർന്ന് നമുക്ക് രക്തം കട്ട പിടിക്കും, കാർഡിയക് അറസ്റ്റുകൾ ഉണ്ടാവാം, അല്ലെങ്കിൽ സ്ട്രോക്ക് വരാം, അതിന് പാർശ്വഫലങ്ങൾ വളരെ കൂടുതലായിരുന്നു എന്നുള്ള വാർത്തകളൊക്കെ വരുന്നുണ്ട്. ആ വാർത്തകളൊക്കെ നമ്മൾ സ്ഥിരീകരിക്കാറായിട്ടില്ല, ഗവേഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. എന്നിരുന്നാലും ചില റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്ന ചെറിയ പ്രശ്നങ്ങളുണ്ടെന്നാണ്. എന്നിരുന്നാലും നമ്മൾ കൂടുതൽ ഉത്കണ്ഠപ്പെടേണ്ട കാര്യമില്ല ഈ അവസരത്തിൽ. ഇത് കൂടാതെ വാക്സിനേഷൻ എടുക്കാതെയും നമുക്ക് രക്തം ക്ലോട്ടാവുന്ന പ്രശ്നങ്ങൾ, ജീവിതശൈലി രോഗങ്ങളുടെ ഭാഗമായിട്ട് രക്തസമ്മർദ്ദം, പ്രമേഹം, കൊളസ്ട്രോൾ ഒക്കെ ഉള്ളവരിലും ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ കാണാറുണ്ട്. അപ്പോൾ അതിനെ കൂട്ടി വായിക്കേണ്ടതില്ല. എന്നിരുന്നാലും നമ്മൾ നമ്മുടെ പ്രശ്നങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് സാധാരണ എല്ലാവരും ഒരു കുടുംബ ഡോക്ടറെ കാണുന്നുണ്ടാവും. അത് ഏത് സിസ്റ്റത്തിലാണെങ്കിലും അതിനുള്ള റെമഡിയൽ മെഷേഴ്സ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഇങ്ങനൊരു സാഹചര്യം വന്നപ്പോൾ നമ്മുടെ ഉത്കണ്ഠയ്ക്കും ഭീതിക്കും പരിഹാരം അതിനു വേണ്ടി നമ്മൾ ബ്ലഡിൽ നിസ്സാരമായ ചില ടെസ്റ്റുകൾ, ഡി ഡൈമർ ടെസ്റ്റുകൾ, പ്ലേറ്റ്ലെറ്റിൻ്റെ കൗണ്ട്, പിന്നെ സി റിയാക്റ്റീവ് പ്രോട്ടീൻ, പിന്നെ ബ്ലഡ് റൂട്ടീൻ എക്സാമിനേഷൻ അത് ചെയ്യേണ്ടത് എപ്പോഴും നല്ലതാണ്. നമ്മുടെ ഫാമിലി ഡോക്ടറുമായിട്ട്, അത് ഏത് സിസ്റ്റത്തിലുള്ള ഡോക്ടറാണെങ്കിലും ഡോക്ടറോട് ആലോചിച്ച് അതിനുവേണ്ട നിർദ്ദേശങ്ങളും അഡ്വൈസസും എടുക്കുകയും ആ ടെസ്റ്റുകൾ നമ്മൾ ചെയ്താൽ നമുക്ക് എന്തെങ്കിലും റിസ്ക് ഫാക്ടേഴ്സ് ഉണ്ടോ എന്നറിയാം. അത് കൂടാതെ തന്നെ വാക്സിനേഷൻ്റെ പാർശ്വഫലങ്ങൾ മാറ്റാനും അതിന് റെമഡിയൽ മെഷേഴ്സാണ് ഹോമിയോപ്പതി ഡിപ്പാർട്ട്മെൻറ്റിലെ എല്ലാ ഹോസ്പിറ്റലുകളും അതിനുള്ള ചില റെമഡിയൽ മെഷേഴ്സ് ഉണ്ട്. അതിനെ തുടർന്നുള്ള കോംപ്ലിക്കേഷൻസോ അല്ലെങ്കിൽ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ നമുക്ക് റിഡ്യൂസ് ചെയ്യാനായിട്ടുള്ള ചില റെമഡീസ് ഹോമിയോപ്പതി ഡിപ്പാർട്ട്മെൻറ്റിൽ അവൈലബിൾ ആണ്. താങ്ക് യു ഓൾ. ഹാവ് എ ഗുഡ് ഡേ.